ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്ന് പറയുന്നില്ല, അതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്. വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അച്ചാറുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഫ്രൈഡ് റൈസിൻ്റെ ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പേരി, പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരികൾ, അല്ലാതെ കപ്പ ഉപ്പേരി, ഏത്തയ്ക്ക ഉപ്പേരി, അങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി അവൽ വിളയിച്ചത്, അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കി നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഇച്ചിരി കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലതാണെന്ന് ഓരോരുത്തർ അഭിപ്രായം കേട്ടപ്പോഴത്തേക്ക് തുടർന്ന് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇന്ന് കുഴലപ്പം ഉണ്ടാക്കാനായിട്ട് അരി വെള്ളത്തിലിട്ട് അത് പൊടിക്കാനായിട്ട് നമ്മൾ വാരി വെച്ച് മെഷീനിൽ പൊടിക്കുക. നമ്മൾ കടകളിലൊന്നും അല്ല കൊണ്ടുപോകും, നമ്മൾ മിക്സിയിൽ തന്നെ വീട്ടിൽ പൊടിച്ച് എടുക്കുകയാണ്. അപ്പം ആരെങ്കിലും ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും, എന്താണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇന്ന് കുഴലപ്പവും പിന്നെ നമ്മൾ വേറൊരു പലഹാരം ഉണ്ടാകും. അതിന് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ടക്കുവ എന്ന് പറയും, റവയും മൈദയൊക്കെ വെച്ചിട്ട് വേറൊരു പലഹാരം ഉണ്ടാകും. പക്ഷെ അത് എന്താണെന്ന് കറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അറിയാവുന്നവർ അതിൻ്റെ പേര് നല്ലതായിട്ട് കമൻറ്റ് ചെയ്ത് തരിക. പിന്നെ അറിയാമല്ലോ, എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് നീങ്ങാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിനി നമുക്കിതെല്ലാം പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുക. അങ്ങനെ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് കുഴലപ്പമല്ലേ, അപ്പോൾ അതിനെ വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇടഞ്ഞെടുത്ത്. കാരണം ഇതിന് തരിയുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് തരി വേണം, പുട്ട് പുഴുങ്ങുമ്പോഴൊക്കെ. പക്ഷെ അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് തരി വേണ്ട. അതിന് ആ തരി നമ്മൾ ഇത്രയും ഉണ്ടായിരുന്നു, 1 കിലോ അരിയാണേ. അത് പൊടിച്ചടഞ്ഞ് വന്നപ്പോൾ ഇത് കളയത്തില്ല നമ്മൾ. ഇതിനകത്ത് നമ്മൾ ഈ തരി വീണ്ടും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പൊടി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇനി കുഴച്ച് വെച്ച് ഇനി വറക്കണം. ഇത് വറുത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ആ അരി പൊടിച്ചത് അത് വറുത്തെടുക്കണേ. നമ്മൾ വെളിയിൽ നമുക്ക് അടുപ്പുണ്ട് വെളിയിൽ, അപ്പോൾ അടുപ്പ് വെളിയിൽ കൂട്ടിയിട്ട് ഉരുളി വെച്ച് നമ്മളത് വറുത്തെടുക്കുകയാണേ. തിരി അങ്ങ് മൂത്ത് പോകരുത്, എന്നാൽ ഒരു ഇതാവണം. കാരണം കുഴലപ്പമല്ലേ, തിരി മൂത്താൽ ശരിയാവത്തില്ല. എന്നാലും ഒരു മിനിമം മുപ്പിച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങോട്ട് ഇളക്കി കട്ട കെട്ടാതെ നമ്മളെപ്പോഴും പൊടി വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിർത്തരുത്, ഇളക്കിയിരിക്കണം. ഇല്ലെങ്കിലുണ്ടെങ്കിലും പൊടി കട്ട കിട്ടും, ഉണ്ടയായിട്ട് കെട്ടും. അത് കെട്ടാതെ നമ്മൾ കൈ തോരാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് വറുത്തെടുത്തിട്ട് ഇത് വറുത്ത് വെച്ചിട്ട് വേണം. നമ്മൾ 1 കിലോ അരി എടുത്തില്ലായിരുന്നു, അപ്പോൾ കുറേശ്ശെയാണ് വറക്കുന്നത്. ഇത് എടുത്തിട്ട് വേണം അടുത്തത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കാനായിട്ടെല്ലാം കുഴച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, എള്ള്, ജീരകം, ഉപ്പ്, നല്ല തിളച്ച ചൂടുവെള്ളം, ഇത്രയും കൂടെ ചേർത്താണ് നമ്മൾ കുഴച്ചത്. നമ്മൾ നല്ലോണം തിളപ്പിച്ച ചൂടുവെള്ളം വേണം, കാരണം വെട്ടി തിളച്ച വെള്ളം വേണം. കാരണം അത് ഒഴിച്ചെങ്കിൽ മാത്രമേ കുഴലപ്പത്തിന് ശരിയാവത്തുള്ളൂ. നല്ല ചൂടോടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുകയും വേണം. ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന കൂട്ട് കുഴച്ചെടുക്കണം. ഇച്ചിരി നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണം. എന്നിട്ട് നമുക്ക് ഇനി അത് കുഴച്ചെടുത്ത് ഇട്ട് വരാം. നമ്മൾ ആ കുഴലപ്പം ഉണ്ടാക്കിയത് നമ്മൾ വിരലിൽ ചുറ്റിയാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. വാഴയിലയിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് വിരലിൽ ചുറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി കുറേശ്ശെ ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വിരലിൽ ചുറ്റുന്നതൊക്കെ കാണിച്ചു തരാം. എല്ലാം ചുറ്റിയാണ് എടുക്കുന്നത്. നമ്മൾ ആ കുഴലപ്പം ഉണ്ടാക്കിയത് നമ്മൾ വിരലിൽ ചുറ്റിയാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. വാഴയിലയിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് വിരലിൽ ചുറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി കുറേശ്ശെ ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വിരലിൽ ചുറ്റുന്നതൊക്കെ കാണിച്ചു തരാം. എല്ലാം ചുറ്റിയാണ് എടുക്കുന്നത്. നമ്മൾ ആ വിരലിൽ ചുറ്റി ഉണ്ടാക്കിയ
കുഴലപ്പം മാവ് നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇത് വെളിച്ചെണ്ണയാണ്, നിങ്ങൾക്ക് തോന്നരുത് ഓയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇടുവേ നമ്മൾ വെളിച്ചെണ്ണയുടെ ആ ഇതൊന്ന് മാറി കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഇട്ടതുകൊണ്ടാണ് കളർ വ്യത്യാസം. അപ്പം ഇത് മൂപ്പിച്ചെടുക്കും. ഇത് കുഴലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കുഴലപ്പായി വന്നുണ്ടത് നല്ലതായിട്ട് ആയിക്കിട്ടുണ്ട്. മൂത്ത് ആയി വരുന്നത് ഇത് കണ്ടോ. ഞങ്ങൾ വേറൊരു ഇതുണ്ടാക്കുന്നത് ടക്കുവ എന്ന് പറഞ്ഞൊരു പലഹാരമാണ്. അതിനകത്ത് നമ്മൾ ഈ എന്നാ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് തേങ്ങായും പഞ്ചസാരയൊക്കെ ചേർക്കത്തില്ലേ എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കാനായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. റവ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് കപ്പലണ്ടി, പഞ്ചസാര പൊടിച്ചത്, ഏലക്ക ഇത്രയും കൂടെ മിക്സ് ചെയ്താണ്. ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് അതുണ്ടാക്കാനായിട്ട് വേണ്ടേ മാവ് നല്ല വൃത്തിയായിട്ട് കുഴച്ച് വെച്ചിരിക്കുക. മൈദാ മാവാണ്. നമ്മൾ കുഴച്ച് പൊറോട്ടയ്ക്കൊക്കെ വെക്കുന്നോട്ട് തന്നെ ഒരു വെള്ള തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതുണ്ടാക്കുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. കുറച്ച് മുറുക്ക് കൂടെ നമുക്കിന്ന് ഓർഡർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലപ്പത്തിനും മുറുക്കിനും കൂടെ. പിന്നെ ആ ടക്കുവ എന്ന് പറയുന്ന സംഭവം അങ്ങനെയൊക്കെ കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പം അതിന് കുഴലപ്പം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ മുറുക്ക് കുഴലപ്പം കാണിക്കാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർക്ക് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് എങ്ങാണ്ടാണെന്ന് പറഞ്ഞ് സ്പീഡിൽ വന്ന് പെട്ടെന്ന് വന്നതങ്ങ് മേടിച്ചിട്ട് പോയി. കാരണം ആ കൊടുക്കുന്ന ഇതിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അവസാനം ഇരുന്ന് 2-3 എണ്ണമാണ് ഞാൻ കാണിച്ചത്. ഇനി മുറുക്കിന് ശേഷം നമ്മൾ മുറുക്കും ഇതുമെല്ലാം ഉണ്ടാക്കിയേ. ഇത് ഞാൻ മാവ് കുഴയ്ക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, ടക്കുവ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് നമ്മൾ ചപ്പാത്തി പരത്തുന്നോട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യും. അതായത് പൂരിയുടെയൊക്കെ ഷേപ്പിൽ പ്രസ് ചെയ്തിട്ട് അത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കി ഉണ്ടാക്കുന്നതാണ്. ഞാനതിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടാക്കിക്കണം. ഇതാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നോട്ട് പരത്തി ഇട്ടേക്കുന്ന സാധനം. അത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് 2 സൈഡും ഒന്ന് വലിക്കണം. വലിച്ചിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ 2 സൈഡും വലിച്ചിട്ട് ഇതുപോലെ പിടിച്ച് പ്രസ് ചെയ്യാം. ഇങ്ങനെ അമക്കി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ റവ വെക്കുന്നത് നമ്മൾ തീ വെക്കത്തില്ലേ, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വെക്കാനായിട്ട്. വെളിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അത് കാണിച്ചു തരും. ഇത് ഞാൻ കുറച്ചുകൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടാക്കി തീർന്നു. പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവർക്ക് കൊടുക്കാനാണ്. നമ്മൾ താമസിച്ച് പോയി. ഒരു വൈകിട്ട് 3 മണിക്കായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അത് നേരത്തെ വന്നു. അപ്പം ഉണ്ടാക്കിയത് ഞങ്ങളങ്ങ് കൊടുത്തു വിട്ടു, ബാക്കി അവിടെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് ഇതുണ്ടാക്കി വെക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് മൈദ നല്ല ഇതായിട്ടുണ്ടാക്കി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഓയിലല്ലല്ലോ, അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റായുള്ള സംഭവമാണ്. ഇത് കഴിച്ചവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി അപ്പോൾ ഇത് ഉണ്ടാക്കിയത് വറുത്ത് കോരുന്നത് കാണിക്കാം. വെളിയിൽ വറുത്ത് കോരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സാധനം ടക്കുവ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇത് വെളിച്ചെണ്ണയ്ക്കകത്തിനെ മൂപ്പിച്ചെടുക്കണം, എന്നെങ്കിലേ അത് നമുക്ക് അതറിയാൻ പറ്റുള്ളൂ. അപ്പം മൂപ്പിച്ചത് ഞാൻ കാണിക്കാവേ. കണ്ടോ, ഇതാണ് സംഭവം. ഉണ്ടാക്കുന്ന ആ പലഹാരം കണ്ടോ, അത് എണ്ണയിൽ കിടന്ന് മൂക്കുവാണ്. മൂപ്പിച്ച് എടുത്താണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല, ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ അത് കാരണം നമ്മളിത് അല്ലാതെ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി ഇതുകൂടി ഇനി അവർക്ക് കൊടുത്തു വിട്ടാൽ മതിയേ. അപ്പോൾ ഉണ്ടാക്കി ഇനി അടുത്ത വീഡിയോ നാളെ ഉണ്ടാവും. നാളെ എന്ന് പറഞ്ഞാൽ ഓർഡർ വന്നിട്ടുണ്ട് അവൽ വിളയിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അവൽ വിളയിക്കുന്ന വീഡിയോ നാളെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതെന്തുവാ സംഭവം എന്ന് നിങ്ങൾക്കറിയാവുന്നെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് പറയുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് വണക്കം.